ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് സ്പെഷ്യൽ ഫ്രൈ ആണ്. ആദ്യം തന്നെ നമുക്ക് ഈ പോർക്കിൻ്റെ കഷ്ണങ്ങൾ നുറുക്കിയെടുക്കാം. നമ്മുടെ പോർക്ക് നുറുക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തൊലിപ്പുറം ഐറ്റംസ് ഇതുമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക. അകത്തിറച്ചി കുറച്ച് വലുതാക്കി മീഡിയം സൈസായിട്ട്. അപ്പോൾ തൊലിപ്പുറത്തിൻ്റെ കംപ്ലീറ്റ് നെയ്യ് ഉരുകി പോകും. നമ്മൾ എനിക്കൊരു വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടി ഇട്ട് അങ്ങനെ നമ്മൾ തിളപ്പിക്കും ഒരു 5 മിനിറ്റ് വരെ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക്. ഓക്കെ, നമുക്ക് 2 സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർക്കാം. നമ്മൾ ഈ വെള്ളം ഊറ്റി കളയുന്നതാണ്. ജസ്റ്റ് ഒരു ഉപ്പുരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചെയ്യുക. നമ്മുടെ പോർക്ക് നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റായി. നമുക്കിനി വെള്ളം ഊറ്റിക്കളയാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റി വെച്ചിരിക്കുന്നതാണ്. എല്ലാ ആഘോഷങ്ങളും പെരുന്നാളോ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഒരുമിച്ച് വഴറ്റി നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല നല്ലോണം ഫ്രൈ മാതിരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഓക്കെ, ഈ ചുരുക്കി വയ്ക്കാൻ ശ്രമിക്കും. ഞാനിവിടെ ഈ കൂടുതലായതുകൊണ്ടൊരു തട വെച്ചിട്ടുണ്ട്, ഒട്ടുമുടി തട വെച്ചിട്ടുണ്ട്. മുളകും മല്ലിയും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കഴിക്കാം. ഓക്കെ, ഏകദേശം മുളകും മല്ലിയും മൂത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം, ഏകദേശം 1 ഗ്ലാസ് വെള്ളം. അല്ലെങ്കിൽ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇളക്കി വരിക്കാം നമുക്ക്. നമുക്കത് ഒരു മൂടി കൊണ്ട് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്ത് നോക്കാം. അടിയിൽ വെള്ളമുണ്ടോ, അടിയിൽ പിടിക്കുന്നുണ്ടോ നോക്കാനായിട്ട്. ഓക്കെ, ആവശ്യത്തിലുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഓക്കെ, ഇരിക്കട്ടെ, മൂടിയിരിക്കും. ഇപ്പോൾ കനലിലാണ് വേകുന്നത്, തീ കത്തിയിട്ടില്ല. തീയൊക്കെ അണഞ്ഞിരിക്കുകയാണ്, കനലിലാണ് വേകുന്നത്. വേവട്ടെ, വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ പോർക്ക് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിൽ 2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലയും ഇട്ട് ചേർക്കാം. ഓക്കെ, കുരുമുളക് പൊടി ഇട്ടു. 1 സ്പൂൺ നേരത്തെ ഞാൻ ഇട്ടിരുന്നു.
നമുക്കൊരു സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം തീ കത്തിച്ച് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. കുരുമുളക് ആവശ്യമുള്ളവർക്ക് മുളക് കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടി മുളകിടാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഉപ്പ് നോക്കാൻ മറക്കരുത്. എന്തൊരു കറിയുടെയും പകുതി ടേസ്റ്റ് ഉപ്പാണ്. ഉപ്പ് കറക്റ്റായാൽ തന്നെ കറി റെഡിയായി. ഇനി വലിയ സമയത്ത് മൂടി തുറന്നതിരിക്കട്ടെ. തീ നല്ലോണം കത്തുന്നു. നല്ലോണം വലിയട്ടെ. അടച്ചു വയ്ക്കേണ്ട, തുറന്നിരിക്കട്ടെ. ഡ്രൈ പോർക്ക് ഫ്രൈ റെഡിയായി. നമുക്ക് ചെരിച്ച് വയ്ക്കാം. എന്തായാലും നെയ്യ് ഉണ്ടെങ്കിൽ ഊറ്റിയെടുക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും കറികൾ കാച്ചാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.